തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഹസീന ബീവിയെ മക്കളുടെ മുമ്പിലിട്ട് സുരേഷ് വെട്ടിക്കൊന്നു. എന്തുവാ? തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഹസീന ബീവിയെ മക്കളുടെ മുമ്പിലിട്ട് സുരേഷ് വെട്ടിക്കൊന്നു. എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ ശശികല ടീച്ചറെ? എന്തെങ്കിലും അസ്വാഭാവികത? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു അസ്വാഭാവികതയില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സുരേഷ് ഹസീനാനെയും ഹസീന സുരേഷിനെയും ത്രേസ്യക്കുട്ടിനെ അബ്ദുറഹ്മാൻ രേഷ്മക്കുട്ടിനെയൊക്കെ വിവാഹം കഴിച്ച് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവരന്യോന്യം ജീവിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇടിയും ബഹളമായി പരവാസ്തോലിയായി അവസാനത്തെ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥയിൽ പലരും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേട്ടക്കാരൻ്റെ പേര് ഈ സുരേഷ് എന്നുള്ളടുത്ത് റസാക്ക് വരുമ്പം ടീച്ചർക്ക് ഒരു പ്രത്യേക ഇളക്കളകുന്നില്ലേ? ആ ഇളക്കം നിൽക്കണമെന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾക്ക് എത്ര മനോഹരമായിട്ട് വർഗീയത പറയാൻ പറ്റും? എന്തൊക്കെ പറയാം? ലവ് കുരിശ് എത്രയാണ്? ഇതൊരു ഉള്ളി അജണ്ടയാണ്. മുസ്ലിം പെണ്ണുങ്ങളെ ഇങ്ങനെ തരം പോലെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ഉപദ്രവിച്ച് അവസാനം കൊല്ലുകയാണെന്നൊക്കെ പറഞ്ഞൂടെ? ഞങ്ങൾ പറയത്തില്ല. എന്നാൽ ഇവിടെ റസാഖാണെങ്കിൽ എന്താ പറയുക? ഞങ്ങൾ പറഞ്ഞില്ലേ ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഇതൊക്കെ ക്യാമ്പയിനാണെന്ന്. എന്താ ഇപ്പം ഇവിടെ ക്യാമ്പയിൻ ഇല്ലേ? ശശുകല ടീച്ചറെ ഇവിടെ ക്യാമ്പയിൻ ഇല്ലേ? ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ തരം താഴാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പല മതങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സോക്കേടിൻ്റെ പേരിൽ പലരും വിവാഹം കഴിക്കുന്നുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ മടുത്തിട്ടിട്ട് പോകും. അപ്പം വേട്ടക്കാരൻ്റെ പേര് ഒരു മതത്തിലാവുമ്പോൾ ഇളകരുത്, വല്ലാതെ ഇളകരുതെന്ന് പറയാണ്. ഇപ്പം കാര്യം പിടിയിട്ടില്ലേ? ഇപ്പം ടീച്ചർക്ക് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം, സുരേഷ് കറക്കി തരും.